Welcome to the video on fluid mechanics and hydraulics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോളിക് ജമ്പിന്റെ ന്യൂമറിക്കൽസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ let us see what is height of a hydraulic jump. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് height of hydraulic jump hj will be equal to final depth after jump minus initial jump before jump. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആ ഫൈനൽ ജമ്പ് മൈനസ് ഇനീഷ്യൽ ജമ്പ് ആണ് എന്ത് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പിന് നമ്മൾ പറയുന്ന വേറൊരു പേരും കൂടിയാണ് എന്ത് സ്റ്റാൻഡിങ് വേവ്. നെക്സ്റ്റ് ഈസ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് നമുക്ക് യൂഷ്വലി അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരുപാട് അനലൈസ് ചെയ്ത് ഓൾവേസ് ഫോർ എ റെക്ടാങ്കുലർ ചാനൽ ദ ജനറൽ ക്യാരക്ടർ ഈസ് സച്ച് ദാറ്റ് ദ ലെങ്ത് ഓഫ് ജമ്പ് lies in between 5 to 7 times of height of jump. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 to 7 times of height of jump എന്ന് എടുക്കാം. അല്ലെങ്കിൽ on an average if you are going for the calculation you can take it as 6 hj. It is generally taken as 5 to 7 times height of jump, or for numerical calculation you can take the average value 6 hj. ഇനി നമുക്ക് ന്യൂമറിക്കലിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സീക്വന്റ് ഡെപ്ത് റേഷ്യോ y2 by y1 equal to half into -1 into -1 plus root of 1 plus f1 square ഉം അതിൻ്റെ തന്നെ മറ്റൊരു ഇക്വേഷനായ y1 by 2 into y1 plus y2 equal to 2yc cube എന്നുള്ള ഇക്വേഷനും പിന്നെ എനർജി ലോസിന്റെ ഇക്വേഷൻ delta E equal to y1 minus y2 whole cube by 4y1 by 2. Now whenever you do numericals always go for this check. അതായത് എപ്പോഴും ഫ്രൂട്ട്സ് നമ്പർ before jump, that is f1 will be always greater than 1. f1 will be always greater than 1. And fruits number after jump will be always less than 1. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്ത ന്യൂമറിക്കൽ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെക്കാണ്. ഫ്രൂട്ട്സ് നമ്പർ for before jump will be greater than 1 and after jump will be less than 1. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് രണ്ട് പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A sluice gate discharges water into a horizontal rectangular channel with a velocity of 10 meter per second and depth of flow 1 meter. Determine the depth of flow of water after the jump and consequent loss in total head. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ബിഫോർ ജംപ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് വെലോസിറ്റി ഓഫ് ജംപ് ബിഫോർ ദ ജംപ് velocity before the jump തന്നിട്ടുണ്ട് 10 meter per second. Similarly depth of flow before the jump y1 തന്നിട്ടുണ്ട് എന്താണ് 1 meter. Now what you have to determine in the first stage is depth of flow after the jump, that is you have to determine what is y2 അല്ലേ. അപ്പോൾ ഇത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ വെലോസിറ്റി തന്നതുകൊണ്ട് നമുക്ക് q by a എടുക്കാൻ പറ്റും അല്ലെങ്കിൽ q എടുക്കാൻ പറ്റും. അപ്പോൾ q ഉള്ള ഒരു ഇക്വേഷൻ സീക്വന്റ് ഡെപ്ത് റേഷ്യോയിൽ q ഉള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ q ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ് y1 y2 into y1 plus y2 is equal to 2yc cube or 2q square by g എന്ന് എഴുതാം. yc ക്യൂബിന് പകരം എന്ത് കൊടുക്കാം 2q square by g. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം q square by g q കണ്ടുപിടിക്കണം. q എന്താണ് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. അത് ആദ്യം കണ്ടുപിടിക്കുക പെർ യൂണിറ്റ് വിഡ്ത്ത്. സോ ദിസ് ഈസ് ഈക്വൽ ടു q ഈസ് ഈക്വൽ ടു വെലോസിറ്റി v1 into y1. വെലോസിറ്റി v1 into y1 ആകുമ്പോഴേക്ക് എന്ത് വരും ദാറ്റ് വിൽ ബി ഈക്വൽ ടു q by b വരും. q by b ആണ് എന്ത് discharge per unit width. So that will be equal to 10 divided by 1. So that will be equal to 10 meter cube per second per meter. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ഇനി ഇതിൽ നിന്ന് കിട്ടാനുള്ളത് ഏതാണ് y2 മാത്രമാണ്. അപ്പോൾ y2ന് സബ്സ്റ്റിറ്റ്യൂഷൻ ബാക്കിയുള്ളതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ y2 കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. y1 is 1. So y1 into y2 into 1 plus y2 this is equal to 2 into 10 square divided by 9.81, right? അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും y2 square plus y2 ഇത് മൊത്തത്തിൽ നമുക്ക് കിട്ടുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20.3873 ആണ് കിട്ടുക. അത് ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ
minus 20.3873 is equal to 0 ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം ആണ്. അപ്പോൾ y2 equal to minus b plus or minus root of 4ac b square minus 4ac by 2a minus b plus or minus root of b square minus 4ac by 2a ചെയ്ത് കഴിഞ്ഞാൽ y2 is equal to 4.043 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക, ഉത്തരം എന്തായാലും ശരിയായിരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ആൻഡ് കോൺസിക്വന്റ് ലോസ് ഇൻ ടോട്ടൽ ഹെഡ്, അതായത് എനർജി ലോസ് കണ്ടുപിടിക്കണം. അപ്പോൾ എനർജി ലോസിന്റെ ഇക്വേഷൻ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y1 y2 ആണ്. y2 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 4.043 മൈനസ് 1 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4.043 ഇൻറ്റു 1 ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് 1.742 മീറ്ററിന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. A 3.6 wide rectangular channel conveys 9 meter cube per second of water with a velocity of 6 meter per second. Is there a condition for hydraulic jump to occur? If so, calculate the height, length and strength of the jump. What is the loss of energy per kg of water? ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. അതായത് is there a condition for hydraulic jump to occur? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ വിഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുന്നു. വിഡ്ത്ത് b is equal to 3.6 meter. ഡിസ്ചാർജ് q is equal to 9 meter cube per second. വെലോസിറ്റി v is equal to 6 meter per second. ഇനി തന്നിരിക്കുന്ന ഈ കണ്ടീഷൻ വെച്ചിട്ട് is there a chance for hydraulic jump to occur? ഒരു ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്? whenever a supercritical flow meets a subcritical flow. അപ്പോൾ സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോനെ മീറ്റ് ചെയ്യണമെങ്കിൽ, അതായത് y1 ചെറിയ ഡെപ്ത് നിന്ന് y2ലേക്ക് പോകണമെങ്കിൽ this will first comes from a supercritical flow, then for a very short time it moves into a critical flow and then into a subcritical flow. അപ്പോൾ നമുക്ക് y1 എന്നുള്ള ഡെപ്ത് ആദ്യം yc-യിലേക്ക് ചെന്ന് പിന്നെയാണ് y2ലേക്ക് ചെല്ലുന്നത്. അപ്പോൾ എപ്പോഴും y1 should be less than yc. y1 less than yc ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ചെക്ക് whether y1 is less than yc. y1 less than yc ആണെങ്കിൽ അവിടെ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യാനുള്ള കണ്ടീഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ഫോർ ദാറ്റ് what is the depth before the jump? Depth before the jump y1 അത് ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? depth before the jump y1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ q തന്നിട്ടുണ്ട്, അതുപോലെ b യും തന്നിട്ടുണ്ട്, v1 ഉം തന്നിട്ടുണ്ട്, റൈറ്റ്? q ഉം തന്നിട്ടുണ്ട്, v1 ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? q equal to area into velocity. This is equal to b into y1 into v1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് y1 മാത്രം കിട്ടണം. q by b y1. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 divided by 3.6 into 6 you will get the answer at 0.4167 meter. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ? നമുക്ക് ycയുടെ ഇക്വേഷനിൽ yc equal to q square by g whole power 1/3 എടുത്താൽ മതി. അപ്പോൾ y1 നമ്മൾ കണ്ടുപിടിച്ചു, ഇനി yc കണ്ടുപിടിക്കണം. yc കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? q കണ്ടുപിടിക്കണം. q എങ്ങനെ കണ്ടുപിടിക്കും? q is equal to capital Q divided by b. So 9.0 divided by 3.6, this is equal to 2.5 meter cube per second per meter. ഇതിങ്ങനെയാണ് പറയുക, ഡിസ്ചാർജ് പെർ width. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കിട്ടി. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.5 സ്ക്വയർ divided by 9.81 whole power 1/3 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.86 മീറ്റർ കിട്ടും. 0.86 മീറ്റർ കിട്ടും. അപ്പോൾ ചെക്ക് ചെയ്യ്, y1 എത്രയാണ്? y1 തന്നിരിക്കുന്നത് 0.4167 is less than yc. 0.86, right? y1 is less than yc, so hydraulic jump will occur. Okay, അപ്പം first question okay. And if hydraulic jump will occur, what is the height of the jump, length of the jump and strength of the jump? ഇനി അത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കണം.
അപ്പോൾ ഹൈറ്റും ലെങ്ത്തും സ്ട്രെങ്ത്തും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് ഫ്രൂട്ട്സ് നമ്പറാണ്. എന്നാലേ ബാക്കി ഡെപ്തും ഹൈറ്റും ലെങ്ത്തും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രൂട്ട്സ് നമ്പർ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. ഫ്രൂട്ട്സ് നമ്പർ ഈക്വൽ ടു അതും F1 ബിഫോർ ദ ജമ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. F1 ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് GY1. ദിസ് ഈസ് ഈക്വൽ ടു 6 ബൈ റൂട്ട് ഓഫ് 9.81 ഇൻറ്റു Y1 എത്രയാണ് 0.4167. So this will be equal to 2.967 meter എന്ന് കിട്ടും. This does not have any unit. Okay, fruits numberന് ഒരു യൂണിറ്റും ഇല്ല. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ജമ്പ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ആണ്. അപ്പോൾ y2 ആദ്യം കിട്ടണം. y2 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സീക്വന്റ് ഡെപ്ത് റേഷ്യോയുടെ ഇക്വേഷൻ എടുക്കാം. What is secant depth ratio? y2 by y1 is equal to half into minus 1 plus root of 1 plus 8 f1 square. അപ്പോൾ ഇതിലൊന്നും അറിയാത്ത ഡീറ്റെയിൽസ് ഇല്ല. ആകെ y2 മാത്രമേ അറിയാത്തുള്ളൂ. y1 അറിയാം, f1 അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? y2 is equal to 1.5525 മീറ്റർ. ചെയ്ത് നോക്കുക, ഇത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈറ്റ് ഓഫ് ജമ്പ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ജമ്പ്? ഹൈറ്റ് ഓഫ് ജമ്പ് hj is equal to y2 minus y1, that is equal to 1.5525 minus 0.4167. So this will be equal to 1.1358 meter. Height of the jump കിട്ടി. ഇനി length of the jump എന്താണ്? Length of the jump equal to 5 to 7 times of hydraulic jump ആണ്. Height of hydraulic jump ആണ്. നമ്മൾ അതിന്റെ average 6 times of height of hydraulic jump എടുക്കുന്നു. 6 hg എടുക്കുന്നു. That is 6 into y2 minus y1 എടുക്കുന്നു. That is equal to 6 into 1.1358 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 6.8148 മീറ്റർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ ജമ്പ് ആണ് എടുക്കേണ്ടത്. സ്ട്രെങ്ത് ഓഫ് ദ ജമ്പ് എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ ജമ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഈ ഫൈനൽ ഡെപ്ത് ആൻഡ് ഇനീഷ്യൽ ഡെപ്ത് തന്നെയാണ്. സീക്വന്റ് ഡെപ്ത് റേഷ്യോനെ തന്നെയാണ് എന്ത്? സ്ട്രെങ്ത് ഓഫ് ദ ജമ്പ് എന്ന് പറഞ്ഞ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 1.5525 ഡിവൈഡഡ് ബൈ 0.4167 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 3.726 യൂണിറ്റ് ഇല്ല, 3.726 എന്ന് കിട്ടും. ദിസ് ഈസ് എ സ്ട്രെങ്ത് ഓഫ് ദി ജമ്പ്. ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കണ്ടുപിടിക്കാനുള്ളതാണ് വാട്ട് ഈസ് ദ ലോസ് ഓഫ് എനർജി പെർ kg ഓഫ് വാട്ടർ. അതായത് ലോസ് ഓഫ് എനർജി പെർ kg ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എനർജി ലോസ് തന്നെയാണ്. അപ്പോൾ എനർജി ലോസ് ഇവിടെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നിക്കൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. എന്ത്? ഈക്വൽ ടു E1 മൈനസ് E2. കാരണം E1 നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, E2 നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് E1? E1 ഈക്വൽ ടു y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g. ഇത് തന്നിട്ടുണ്ട്. y1 ഉം v1 ഉം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 2.25 മീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ E2 അതുപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ y2 പ്ലസ് v2 സ്ക്വയർ ബൈ 2g. ഇതിൽ v2 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫ്രം q ബൈ q2. അതായത് v2 ഈസ് ഈക്വൽ ടു q by y2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1.61 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1.68 മീറ്റർ കിട്ടും. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.57 മീറ്റർ ആൻസർ ആയിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയ EL ഈക്വൽ ടു y2 മൈനസ് y1 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y1 y2. ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് y2 1.5525 മൈനസ് 0.4167 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു വാട്ട് ഈസ് y1 0.4167 ഇൻറ്റു 1.5525. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.57 മീറ്റർ കിട്ടും. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ലോസ് ഓഫ് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലോസ് ഓഫ് എനർജി അവിടെ ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഏറ്റവും എളുപ്പം ഇപ്പം ഓൾറെഡി y2 y1 ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെയും ചെയ്യാം. സോ ദീസ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് ദി സെക്കൻഡ് പ്രോബ്ലം. ഇനി തന്നിരിക്കുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക.